സിവിൽ വൈസറിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റിലിൽ കാണുന്നത് പോലെ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് എന്ന പുതിയ സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അധികം സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക്. കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ഈ ഒരു സബ്ജക്റ്റിനെ ബേസ് ആക്കിയിട്ട് അടുത്ത് നടന്ന എക്സാമുകളിൽ പല ക്വസ്റ്റ്യൻസ് വന്നു കണ്ടു എന്ന ഒരു റീസൺ തന്നെയാണ് ഇപ്പോൾ സിവിൽ വൈസർ ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. പക്ഷേ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനിൽ എപ്പോഴും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓൾറെഡി വർക്ക് ചെയ്യുന്നതായിട്ടുള്ള നിങ്ങളിൽ പലർക്കും അത് ഓൾറെഡി അറിയുന്നൊരു കാര്യം തന്നെ ആയിരിക്കും. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുന്നത് എപ്പോഴാണ്? ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അല്ലേ? ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ ഒരു ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴാണ് എല്ലാം യൂസ് ആകുന്നത്. അങ്ങനെയുള്ള ഒരു കൺസ്ട്രക്ഷനിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ എല്ലാ റിസോഴ്സുകളെയും നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഓൺ പ്രോഗ്രസ് നമ്മൾ എപ്പോഴും ഉറപ്പാക്കേണ്ട ഒരു കാര്യം. ടൈം നമുക്ക് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. മാത്രമല്ല എക്കണോമിക്കലായി കാര്യങ്ങൾ നടക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ആ ഒരു ബിൽഡിങ് 2 മാസം കൊണ്ട് പൊളിഞ്ഞു പോകുന്ന രീതിയിൽ അത്രയും ലോക്കൽ മെറ്റീരിയൽസും അധികം വർക്ക്മാൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാരും വെച്ച് ജോലി ചെയ്യിക്കാൻ പറ്റുമോ? അതും പാടില്ല. എല്ലാ കോഡ് പ്രൊവിഷൻസും എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സാറ്റിസ്ഫൈ ആകുന്ന രീതിയിൽ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുകയും വേണം. ഈ രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെ വിജയകരമായി പൂർത്തീകരിക്കാം എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അടുത്തായി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വർക്കിനെ നമ്മൾ പ്രൊജക്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? ഒന്നാമതായി ഒരു വെൽ ഡിഫൈൻഡ് ഗോൾ അഥവാ എയിം ഉണ്ടായിരിക്കണം. നമ്മൾ എന്താണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് കറക്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലെ ബിൽഡിങ്ങോ ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആണ് നമ്മുടെ എയിം. മാത്രമല്ല സെക്കൻഡ്, അതിൽ സ്പെസിഫിക് ആയ ടാസ്കുകൾ ഉണ്ടായിരിക്കണം. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ ഒരു ബിൽഡിംഗ് കൊണ്ട് അവിടെ വെക്കുന്നതല്ലല്ലോ. അതിനകത്ത് ഒരുപാട് വർക്കുകളുണ്ട്. അതിപ്പോൾ ഡിസൈനിങ്ങും പ്ലാനിങ്ങും ഒക്കെ ഉണ്ട്, സൈറ്റ് വർക്കുകൾ ഒരുപാടുണ്ട്. അതൊക്കെ ഓരോരോ ടാസ്കുകളാണ്, സ്പെസിഫിക് ടാസ്കുകളാണ്. അങ്ങനെ സ്പെസിഫിക് ടാസ്കുകൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. ആ ടാസ്ക് ഓരോന്നും എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണെന്ന് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയുകയും വേണം. തേർഡ് പോയിന്റ് ആണ് എ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഫോർ ഈച്ച് ടാസ്ക്. ഈ ഓരോ ടാസ്കിനും കൃത്യമായ ഒരു തുടക്കവും ഒരു എൻഡും ഉണ്ടാകണം. നാലാമതായി റിസോഴ്സസ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒക്കെ നമ്മളെ ഓരോ ടാസ്കുകളും നമുക്കറിയാം. അത് ചെയ്യേണ്ട എവിടെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ നിർത്തണം ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ മനസ്സിലാക്കിയോണ്ട് വർക്ക് നടക്കുമോ? ഇല്ല. എന്ത് വേണം? പണിയെടുക്കാൻ ആൾക്കാർ വേണം, മെറ്റീരിയൽ വേണം, പലതരം മെഷീനറികൾ വേണ്ടി വരും. എല്ലാം മനുഷ്യന്മാരെ കൊണ്ട് ചെയ്ത് തീരില്ലല്ലോ. മാത്രമല്ല ഇവർക്കൊക്കെ വെറുതെയാണോ? ഫ്രീ അല്ലല്ലോ, സേവനമല്ലല്ലോ. ഇവർക്കൊക്കെ സാലറി കൊടുക്കണം, മെറ്റീരിയൽ വാങ്ങണം, അതായത് ഫണ്ടിങ് വേണം. ഇവയൊക്കെ കൂടി ഒരുമിച്ച് പറയുന്ന ഈ മാൻ പവർ, മെറ്റീരിയൽ, മെഷീനറി, ഫണ്ടിങ്, ഇതൊക്കെ കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് റിസോഴ്സസ്. അടുത്തതായി പ്രൊജക്റ്റ് കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റിലെ ഓരോ ആൾക്കാരുടെ അവരുടെ വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത്, ആ ലിമിറ്റ് ചെയ്യുന്ന ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ആ വേർഡ് മീനിങ്. അതിൽ ഒന്നാമത്തെ കൺസ്ട്രെയിൻ ആണ് ടൈം. നമുക്കറിയാം സമയം ഒരു ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അത് മറ്റൊന്നിനും ഡിപ്പെൻഡഡ് അല്ല. അതൊരിക്കൽ ലോസ് ആയാൽ രണ്ടാമത് റീഗെയിൻ ചെയ്യാൻ പറ്റാത്ത വളരെ വാല്യുബിൾ ആയ റിസോഴ്സ്. അത് തന്നെയാണ് ഒന്നാമത്തെ കൺസ്ട്രെയിൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് കോസ്റ്റ്. ഏത് വർക്കായാലും ക്യാഷ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് തന്നെയായാലും നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും റിട്ടേൺ ആയിട്ട് ഉണ്ടാകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ക്യാഷ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന സർവീസസിന് തിരിച്ചുണ്ടാകുന്നത് ക്യാഷ് ഫ്ലോ തന്നെയാണ്. മൂന്നാമത്തെ പ്രൊജക്റ്റ് കൺസ്ട്രെയിൻ ആണ് സ്കോപ്പ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൊജക്റ്റിൽ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ടാസ്കുകൾ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്റ്റ് ഗോള്, ആ ഗോളിനെ അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന നമ്മുടെ വർക്കുകൾ എന്തൊക്കെയാണ്, ടാസ്ക് എന്തൊക്കെയാണ്, അതാണ് സ്കോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ മൂന്നും ചേർന്നാൽ ആണ് നമുക്ക് എന്ത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്കം കിട്ടുന്നത്. നമ്മുടെ എയിം, നമ്മുടെ ആ ഗോള് ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റായി നമുക്ക് കിട്ടുന്നത്. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നും മാത്രമല്ല, ഇതിൻ്റെ കൂടെ ചില റിസ്ക് ഫാക്ടേഴ്സ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. അതായത് മാൻമെയ്ഡ് ആയിട്ടോ നാച്ചുറൽ ആയിട്ടോ ഉള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ ഈ പ്രൊജക്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിൽ ഉൾപ്പെടുത്താം. ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് എഫക്റ്റ് ചെയ്യുന്ന ലോസ് ആൻഡ് റെഗുലേഷൻസ്, അതൊക്കെ നമ്മുടെ വർക്കിനെ പരിമിതപ്പെടുത്തുമല്ലോ. ഇതൊക്കെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ റിസ്ക് ഫാക്ടേഴ്സും കൺസ്ട്രെയിനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തായി നമ്മളൊരു 14 പ്രിൻസിപ്പിൾസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹെൻറി ഫ്രയോൾ എന്ന ഒരു ഫ്രഞ്ച് മൈനിങ് എഞ്ചിനീയർ രൂപപ്പെടുത്തിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 14 പ്രിൻസിപ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹത്തെ തന്നെയാണ് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് ലോകത്ത് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് ആ 14 പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സ്കേലാർ ചെയിൻ, സ്റ്റെബിലിറ്റി ഓഫ് ടെനർ, റെമ്യൂണറേഷൻ, ഓർഡർ, ഇനീഷ്യേറ്റീവ്, സബോർഡിനേഷൻ, ഇക്വിറ്റി ആൻഡ് എസ്പിരിറ്റ് ഡെ കോർപ്പസ്. ലാസ്റ്റ് വേർഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. നമുക്ക് നോക്കാം ഓരോന്ന് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വർക്കിൻ്റെ സെഗ്രിഗേഷൻ. ഉള്ള വർക്ക് പാർട്ടായിട്ട് അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഓരോരോ വ്യക്തികൾക്ക് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കൊടുക്കുക. ഓരോന്നും അവർക്ക് കിട്ടിയ ആ ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടി ഓരോരാൾ അവരവരുടെ വർക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉപകാരം എന്താണ്? പ്രൊഡക്ടിവിറ്റി കൂടും, കാരണം ഒരാളുടെ ലോഡ് കുറഞ്ഞു. എഫിഷ്യൻസി കൂടും, കാരണം ഒരാൾ ഒരു ചെറിയ സ്പെസിഫിക് ടാസ്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അക്യുറസി കൂടുന്നു, സ്പീഡ് ഓഫ് വർക്ക് കൂടുന്നു. ഇത് സ്യൂട്ടാകുന്നത് മാനേജ്മെൻറ്റ് ലെവലിലും ഒപ്പം ടെക്നിക്കൽ ലെവലിലുമുള്ള വർക്കുകൾക്ക് ഡിവിഷൻ ഓഫ് വർക്ക് സ്യൂട്ടബിൾ ആവുമെന്നാണ് ഈ പ്രിൻസിപ്പിൾസ് പ്രകാരം പറയുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, കൺക്ലൂഡ് ചെയ്തിട്ട് സ്പെഷ്യലൈസേഷനെ പറ്റിയാണ് പറയുന്നത് എന്നുകൂടി പറയാം അല്ലേ. അതാത് വർക്കുകൾ ഓരോരോ ആൾക്കാർക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഓരോ ആൾക്കാരും അതിൽ സ്പെസിഫൈ ചെയ്ത് വർക്ക് ചെയ്യുന്നു. വർക്ക് സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സെക്കൻഡ് പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. മാനേജ്മെൻറ്റിൻ്റെ 2 കീ ആസ്പെക്ട്സ് ആണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? റൈറ്റ് ടു ഗിവ് കമാൻഡ് അല്ലേ, ഓർഡർ കൊടുക്കാനുള്ള അധികാരമാണ്. ഒപ്പം റെസ്പോൺസിബിലിറ്റി എന്താ? ടു മേക്ക് റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് അണ്ടർ ദർ ഗൈഡൻസ്. അത് ഉത്തരവാദിത്വം എന്ന് പറയും. നമ്മുടെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു ഫേമിലെ ഒരാളുടെ അണ്ടറിൽ നടക്കുന്ന വർക്കിന് അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അവർ റെസ്പോൺസിബിൾ ആണ്. തേർഡ് പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ. ഒരു മാനേജ്മെൻറ്റിൻ്റെ കോർ വാല്യൂകളിൽ ഒന്ന് തന്നെയാണ് ഡിസിപ്ലിൻ. നല്ല വർക്ക് പെർഫോമൻസ് ഉള്ള ഒരു ഫേമിലുണ്ടെന്ന് കരുതുക. അയാൾ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ അയാളെ കൊണ്ട് വല്ല യൂസും ഉണ്ടാവും? ഒരിക്കലും ഇല്ല. ഗുഡ് പെർഫോമൻസിൻ്റെ കൂടെ നല്ല ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫേം മുന്നോട്ട് പോവുള്ളൂ. സ്ലൈഡിൽ കാണുന്നത് പോലെ ഗുഡ് പെർഫോമൻസും സെൻസിബിൾ ഇൻ്റർ റിലേഷനും കൂടി ഉണ്ടെങ്കിൽ വളരെ ഈസിയറായിട്ട് നമുക്കൊരു ജോബ് ചെയ്തു തീർക്കാൻ പറ്റത്തുള്ളൂ. ആ സെൻസിബിൾ ഇൻ്റർ റിലേഷൻ അവരുടെ കോവർക്കേഴ്സോടായിരിക്കാം, ക്ലയൻസോടായിരിക്കാം. അങ്ങനെ എല്ലാവരുമായിട്ടും നല്ലൊരു ഡിസിപ്ലിൻഡ് മാനറിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരു ഫേമിൽ നിന്നുകൊണ്ട് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റൂ. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ടു ബിൽഡ് എ പ്രോഗ്രസീവ് പ്രൊഫഷണൽ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ നല്ല ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. നാലാമത്തെ പോയിന്റാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇത് വളരെ സിമ്പിളാണ്. ഒരു എംപ്ലോയിക്ക് ഒരു ബോസ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. മുകളിൽ നിന്ന് ഒരാൾ മാത്രമേ കമൻറ്റ് ചെയ്യാൻ ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ ചെയ്ത വർക്ക് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരൊറ്റ വ്യക്തിയിലേക്ക് മാത്രമായിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ് ആണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇത് ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ഓർഗനൈസേഷൻ.
ഒരു ഓർഗനൈസേഷൻ്റെ സൈസ് ഡിപ്പെൻഡഡ് ആണ് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് മോസ്റ്റുള്ള വ്യക്തിക്കാർക്കും എല്ലാ പവറും എല്ലാ അതോറിറ്റിയും ആ ഒരു വ്യക്തിയിൽ മാത്രമായിരിക്കും. അയാൾ പറയുന്ന പോലെ ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് മാത്രമാണ് ചെയ്യേണ്ടത്. സബോർഡിനേറ്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് അവിടെ ഇല്ല. ആ ടോപ്പ് മോസ്റ്റ് വ്യക്തിയാണ് മെയിൻ. ഇത് എപ്പോഴാണ് സംഭവിക്കുക? ആ ഓർഗനൈസേഷൻ ചെറുതാകുമ്പോഴല്ലേ. ഇനി ഓർഗനൈസേഷൻ വലുതാണെങ്കിലോ ടോപ്പ് മോസ്റ്റുള്ള വ്യക്തിക്ക് മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഹ്യൂജ് വർക്കായിരിക്കും, അത്രയും ആൾക്കാരുണ്ടാവും. അയാൾ കയ്യിലുള്ള ഈ വർക്ക് സ്പ്ലിറ്റ് ചെയ്ത് താഴെയുള്ള സബോർഡിനേറ്റ്സിന് കൊടുക്കും. ഓരോ ആൾക്കാരും അവർക്ക് കിട്ടിയ ടാസ്കുകൾ കൺട്രോൾ താഴെയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിൻ്റെ അതോറിറ്റി ആ സബോർഡിനേറ്റ്സിനായിരിക്കും. ഇതൊക്കെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് മുകളിലൊരു വ്യക്തിയാണെങ്കിലും സബോർഡിനേറ്റ്സിനും പവർ ഓഫ് അതോറിറ്റി ഒക്കെ ഉണ്ടാകും. ഇതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ വലിയ വലിയ ഓർഗനൈസേഷനുകളിലാണ് ഡീസെൻട്രലൈസേഷൻ ഉണ്ടാകുന്നത്. ഒപ്പം ഓർക്കേണ്ട കാര്യം, ഇതിനകത്ത് സബോർഡിനേറ്റ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 6th പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. ഇത് വളരെ സിമ്പിളാണ്. എന്താണ്? ഷുഡ് ഹാവ് എ യൂണിഫൈഡ് ഗോൾ. ഒരു യൂണിഫൈഡ് ഗോൾ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഓൾറെഡി ഉണ്ട്. മാത്രമല്ല എല്ലാവരും ആ ഒരു ഗോളിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യണം. എല്ലാവരും ആ ഒരു സിംഗിൾ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എല്ലാവരും ആ ഒരു സിംഗിൾ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ഈസിയർ ആവും. പെട്ടെന്ന് തന്നെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും. 7ാമത്തെ പ്രിൻസിപ്പിളാണ് സ്കേലാർ ചെയിൻ. Scalar chain is a line of authority, a chain of superiors from the highest to the lower ranks. ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്ന രീതിയിലാണെങ്കിൽ എം ആണ് ഇവിടെ സുപ്പീരിയർ ആയിട്ടുള്ള ആള്. അതിന് താഴെ പി, ക്യു, ആർ, എ, ബി, സി എന്നീ സബോർഡിനേറ്റ്സും ഉണ്ട്. ഇതിനകത്ത് ആർ എന്നുള്ള ഒരു സബോർഡിനേറ്റിന് എം എന്നുള്ള സുപ്പീരിയർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആർ ക്യൂവിന് കോണ്ടാക്ട് ചെയ്യും, ക്യൂ അത് പിക്ക് റിപ്പോർട്ട് ചെയ്യും, പി അത് എമ്മിന് റിപ്പോർട്ട് ചെയ്യും. ആ ഒരു രീതിയിൽ ആണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് സ്കേലാർ ചെയിൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, എമ്മിനായിരിക്കും അതോറിറ്റിയും പവറൊക്കെ കൂടുതൽ. താഴെയോട്ട് വരുംതോറും ആ ഓർഗനൈസേഷനിലെ ഇമ്പോർട്ടൻസും അതോറിറ്റിയും പവറും ഒക്കെ കുറഞ്ഞു വരും. 8ാമത്തെ പ്രിൻസിപ്പിളാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെനർ. ഈ പ്രിൻസിപ്പിൾ നമ്മൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓർഗനൈസേഷനിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ആ ഓർഗനൈസേഷനിൽ തന്നെ പിടിച്ചു നിർത്തണം. അതാണ് ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. അതായത് അയാൾക്ക് തോന്നണം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അതെങ്ങനെയാ? അത്തരത്തിലുള്ള ആൾക്കാർക്ക് നല്ല റെമ്യൂണറേഷൻ, നല്ല സാലറി, നല്ല ഫെസിലിറ്റീസ് കൊടുത്ത് അവർക്ക് തന്നെ ഫീൽ വരണം ആ കമ്പനിയുടെ സർവീസ് കൊണ്ട്, സാലറി കൊണ്ടൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്ന്. അതായത് അവർക്കൊരു ജോബ് സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? അതൊരു മോട്ടിവേഷൻ ആണ് അങ്ങനെയുള്ള ആൾക്കാർക്ക്. അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും. അങ്ങനെ ഓർഗനൈസേഷൻ വീണ്ടും ഒരുപാട് വളരാൻ അത് സഹായിക്കും. ഇതൊക്കെ വൺസ് ആൻ എംപ്ലോയി ഗെറ്റ് സെലക്റ്റഡ്, അല്ലേ, ഒരാൾ സെലക്ട് ചെയ്തതിന് ശേഷം പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സെലക്ഷൻ പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ മെത്തേഡിലൂടെ സെലക്ട് ചെയ്ത ആൾക്കാരെ തന്നെ നമ്മൾ ഒരു ഓർഗനൈസേഷനിലേക്ക് എടുക്കണം. എന്നാലല്ലേ മാക്സിമം പ്രൊഡക്റ്റീവ് ആൾക്കാരെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സെലക്ഷൻ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. 9ാമത്തെ പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ, അതായത് പ്രതിഫലം. സാലറി ബാക്കി ബെനിഫിറ്റ്സ്. ഒരു എംപ്ലോയിക്ക് ഒരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന സാലറിയും ബാക്കിയുള്ള ബെനിഫിറ്റ്സും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് അതിലുള്ളത്. എന്തിനാണ്? ആ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല സാലറി കിട്ടിയാൽ മാത്രമല്ല നമ്മൾക്ക് ആ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവായി ചെയ്യാൻ തോന്നുകയുള്ളൂ. അത് എങ്ങനെ കൊടുക്കണം? അക്കോർഡിംഗ് ടു ആൻ ഇൻഡിവിജ്വൽസ് എഫേർട്ട് ദേ ഹാവ് മെയ്ഡ്. ഓരോരുത്തരും ചെയ്യുന്ന എഫേർട്ടിനനുസരിച്ചിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കേണ്ടതായിട്ടുണ്ട്. 10ാമത്തെ പ്രിൻസിപ്പിളാണ് ഓർഡർ. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് മെയിൻറ്റെയിൻ എ വെൽ ഡിഫൈൻഡ് വർക്ക് ഓർഡർ ടു ഹാവ് എ ഫേവറബിൾ വർക്ക് കൾച്ചർ. അതായത് എല്ലാത്തിനും ഒരു വെൽ ഡിഫൈൻഡ് ആയ ഓർഡർ വേണം. അത് വ്യക്തികളായാലും മെറ്റീരിയൽ ആയാലും എല്ലാത്തിനും ഒരു പ്രത്യേക ഓർഡർ, ഒരു
ആവശ്യമായ ഒരു ഓർഡറിൽ തന്നെ പ്ലേസ് ചെയ്യണം. ആ പ്ലേസിങ് എങ്ങനെയായിരിക്കണം? എന്തെങ്കിലും എവിടെയെങ്കിലും ജസ്റ്റ് ഒരു ഓർഡർ ആക്കി പ്ലേസ് ചെയ്താൽ പോരാ. എവിടെയാണോ വേണ്ടത് അതുപോലെ പ്ലേസ് ചെയ്യണം. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആൾക്കാരുടെ കാര്യം തന്നെ എടുത്താൽ, നന്നായി സൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിനെ പിടിച്ച് ഓഫീസിൽ വർക്കിൽ ഇട്ടാൽ എന്തായിരിക്കും അവസ്ഥ? പ്രൊഡക്ടിവിറ്റി ഒട്ടും ഉണ്ടാവില്ലല്ലോ. അയാൾ സൈറ്റ് വർക്കിലാണ് ഒരു വ്യക്തി സ്യൂട്ടബിൾ എങ്കിൽ അയാളെ കറക്റ്റ് സൈറ്റിൽ തന്നെ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റവും പ്രൊഡക്റ്റീവായ രീതിയിൽ എങ്ങനെ എല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് ക്രമീകരിക്കാം, ആ രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും? ടോട്ടൽ ഒരു പോസിറ്റീവ് എനർജി ഹോൾ വർക്കിന് ഉണ്ടാവുകയും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. കാരണം ഓരോ ആൾക്കാരും ഓരോ മെറ്റീരിയലും അവരവർക്ക് ഫേവറബിൾ ആയ രീതിയിൽ അവരവർക്ക് പറ്റുന്ന ഫീൽഡിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രിൻസിപ്പിളാണ് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതുതായി ഒരു കാര്യം തുടങ്ങുക, അല്ലേ? മാനേജ്മെന്റ് ഷുഡ് സപ്പോർട്ട് ആൻഡ് എൻകറേജ് എംപ്ലോയീസ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ ഗ്രോത്ത് ആണ്, അല്ലേ? എക്സ്പോണൻഷ്യലായി വളരെ വലിയ വലിയ ഗ്രോത്തുകളാണ്. ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിടെ പുതിയ പുതിയ ഇൻവെൻഷൻസ് ഉണ്ടാകണം. അതിനെന്താണ്? ഇനീഷ്യേറ്റീവ്. അതിൻ്റെ ഒരു തുടക്കം ഇപ്പോഴും ഉണ്ടാകണം. അപ്പോൾ വളരെ ഇൻ്റലിജൻ്റായ ആൾക്കാർ ഫേമിനകത്ത് ഉണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും മാനേജ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് തന്നെയായിരിക്കും ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് അവർക്ക് ഏറ്റവും ഹാപ്പി ആവുന്ന ഒരു മൊമെൻ്റ് അത് തന്നെയായിരിക്കും. അപ്പോൾ അവരും സാറ്റിസ്ഫൈ ആവും, ഓർഗനൈസേഷനും ബെനിഫിറ്റ് ആവും, എല്ലാവരും ഹാപ്പി ആവും. 12ാമത്തെ പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ. സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇൻഡിക്കേറ്റ്സ് എ കമ്പനി ഷുഡ് വർക്ക് യുണൈറ്റഡ്ലി ടുവാർഡ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് എ കമ്പനി റാദർ ദാൻ ദ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഒരു കമ്പനിയുടെ പല ആൾക്കാരുണ്ടാവും, വ്യക്തിഗതമായി പല അഭിപ്രായങ്ങളുണ്ടാകും, അല്ലേ? പക്ഷേ മൊത്തമായി പറയുമ്പോൾ കമ്പനിയുടെ ഗോളിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വ്യക്തിപരമായ ഇൻട്രസ്റ്റുകളെക്കാളും നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ, കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇൻ എനി ഗ്രൂപ്പ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഷുഡ് സൂപ്പർസീഡ് ദാറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. ഇപ്പോൾ പറഞ്ഞു തന്നെ ടോട്ടൽ ഗ്രൂപ്പിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അഭിപ്രായം എന്താണ്, അതിലേക്ക് മൂവ് ചെയ്യണം. അല്ലാതെ വ്യക്തികളെ അതിൽ ഓരോ 2-3 ആൾക്കാർ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഡിഫറൻസ് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ കോമൺ ഗോളിലേക്ക് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അടുത്താണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തുല്യത. ഓൾ ദ എംപ്ലോയീസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജർ ദാറ്റ് നോ എംപ്ലോയീസ് ഫേസ് ഡിസ്ക്രിമിനേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് എംപ്ലോയീസിന് യാതൊരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല, എല്ലാവരും ഒരേപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. 14ാമത്തെ പ്രിൻസിപ്പിളാണ് എസ്പ്രിറ്റ് ഡി കോപ്സ്. വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഇംഗ്ലീഷ് അല്ല, ഫ്രഞ്ച് വാക്കാണ്. നമ്മുടെ ഫ്രയോള് ഫ്രഞ്ചുകാരനാണല്ലോ, അതുകൊണ്ട് ഈ പ്രിൻസിപ്പിൾ ഫ്രഞ്ചിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രൗഡ് ലോയൽ ഫീൽ ഉണ്ടാകണം, അവർ സാറ്റിസ്ഫൈഡ് ആകണം എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ എംപ്ലോയീസിനെയും ആ രീതിയിൽ ഫീൽ ചെയ്യുന്ന പോലെ കീപ്പ് ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ്റെ കടമയാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മാനേജ്മെൻറ്റ് ടു റെഗുലർലി മോട്ടിവേറ്റ് ദർ എംപ്ലോയീസ് ആൻഡ് ബി സപ്പോർട്ടീവ് ഓഫ് ഈച്ച് അതർ. ഡെവലപ്പിംഗ് trust and mutual understanding will lead to a positive outcome and work environment. ആ രീതിയിൽ ഓരോ ആൾക്കാർക്കും നല്ല രീതിയിലൊരു ഗുഡ് ഫീൽ ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ ആ ഓർഗനൈസേഷനും മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് 14 പ്രിൻസിപ്പിൾസ് ഇൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസോട് കൂടി നമ്മൾ ഈ പാർട്ട് ഇവിടെ തീർക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. താങ്ക് യു.